നമസ്കാരം. കുറച്ച് ബാർസലോണ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. സോ കോച്ചിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് ഓൾമോസ്റ്റ് 50% ഷുവർ എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പൊ ഡിസർവി ലിങ്ക്സ് നമ്മൾ കാണുന്നുണ്ട്. തോമസ് ട്വിറ്ററിൽ ഇങ്ങോട്ട് ഓഫർ ചെയ്തെന്ന് കാണുന്നുണ്ട്. ഹാൻസി ഫ്ലിക്ക് ആണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞിരുന്നിടത്തുനിന്ന് ഇന്നലെ ജെറാർഡ് റൊമേറോ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലൂയിസ് എൻട്രിക്കോനെ ബാർസലോണയുടെ ബോർഡ്, ലപ്പോർട്ടയും അതുപോലെ തന്നെ ക്ലബിനുള്ളിലുള്ളവരും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പ്ലേയേഴ്സും, എസ്പെഷ്യലി ടീമിലുള്ള പ്ലേയേഴ്സും വളരെ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഈവൻ സീസൺ എൻഡ് വരെ, ഈ സീസൺ കഴിഞ്ഞിട്ട് എൻട്രിക്കോന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ ജെറാർഡ് റൊമേറോ ഇന്നലെ റിപ്പോർട്ട് വരികയുണ്ടായി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള കാൻഡിഡേറ്റ്സിലെ സേഫസ്റ്റ് ഓപ്ഷൻ ഹാൻസി ഫ്ലിക്ക് ആണ്, ഇപ്പൊ അവൈലബിൾ ആയ കാൻഡിഡേറ്റ്സ്. ദിസർബിയുടെ പേര് ലിങ്ക്ഡ് ആയി കാണുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അതൊരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് തോന്നുന്നത്. വളരെ റിസ്കി ഒരു മൂവ് ആയിരിക്കും ഡിസർവിയിലൂടെ നമ്മളിപ്പം പോവുകയാണെങ്കിൽ. അതിനെ തന്നെ ഒന്നെങ്കിൽ അത് സക്സസ് ആവും, ഒന്നെങ്കിൽ അത് ഫെയിലിയർ ആവും. ബട്ട് ഫെയിലിയർ ആയ ഒരു ഒന്നൊന്നര ഫെയിലിയർ ആയിരിക്കും. വെറുതെ തലവേദനയാണ് നമുക്ക് ഇപ്പോൾ ഇത്ര ഫൈനാൻഷ്യലി ഇത്ര നിൽക്കുന്ന സമയത്ത്. ഹാൻസി ഫ്ലിക്ക് ടീമിൽ വരുന്നത് വളരെ ഇതെന്ന് പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് ഇസ് എ പ്രൂവൺ വിന്നർ അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 year എക്സ്പീരിയൻസ് ക്ലബ് ഫുട്ബോളിൽ നമ്മൾ മെയിൻ കോച്ച് കണ്ടിട്ടുള്ളൂ. ജർമ്മൻ നാഷണൽ ടീം ജോം അതേ സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹാൻസി ഫ്ലിക്കിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടായിരുന്നപ്പം ജർമ്മൻ നാഷണൽ ടീമിലാണെങ്കിലും അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ബാൻ മ്യൂണിക്കിലായിരുന്നു വെച്ചും പ്ലേയേഴ്സുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വോണ്ട് ബി എ ബാഡ് അപ്പോയിന്റ്മെന്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഹാൻസി ഫ്ലിക്കിനെ തോന്നുന്നത്. പക്ഷെ ഹാൻസി ഫ്ലിക്ക് വരുമ്പോൾ ഒരു സിറ്റുവേഷൻ അഥവാ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാവിയാനെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണയിലോട്ട് അദ്ദേഹം വിട്ടു എന്നും അദ്ദേഹത്തിന്റെ ഏജന്റ് എന്നിട്ട് ലപ്പോർട്ടയായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേട്ടു. ആള് ബാർസലോണ ജോബിന് വേണ്ടി പുഷ് ചെയ്യുകയാണെന്നും കേൾക്കുന്നു. ആള് വന്നുള്ള ഒരു കുഴപ്പം ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സ് ബാർസലോണയുടെ കറന്റ് ടീമിൽ ഉണ്ടോ എന്നുള്ളതാണ്. പുള്ളി വരികയാണെങ്കിൽ നമുക്കറിയാം സാവിയുടെ ഫിലോസഫീസുമായിട്ട് ഒരല്പം ഡിഫറെന്റ് ആണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പ്ലേയേഴ്സിനും അദ്ദേഹത്തിന് എനർജറ്റിക് ആയ വിങ്ങേഴ്സ് വേണം, ഫിസിക്കലായ മിഡ്ഫീൽഡേഴ്സ് വേണം. നമ്മൾ നോക്കാനാണെങ്കിൽ ഗുണ്ടകനൊക്കെ പോലത്തെ പ്ലേയേഴ്സ് പുള്ളിയുടെ സിസ്റ്റത്തിൽ ഡിയോങ്ങിനൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടീമിൽ കുറച്ച് സൈനിങ്സ് വേണ്ടി വരും. ഇപ്പം കറന്റിലുള്ള ടീമിന്റെ ഫിലോസഫി നിന്ന് മാറ്റി ചിന്തിക്കാൻ ലപ്പോട്ടയ്ക്ക് അതാണ് വേണ്ടത്. ലപ്പോട്ടയ്ക്ക് ഒരു ജർമ്മൻ ഫിസിക്കൽ ഫിലോസഫി, ജർമ്മനിയുടെ ഒരു ജർമ്മൻ കോച്ച്, അദ്ദേഹം വളരെ ഹൈലി ആണ് റേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അദ്ദേഹം ഹാൻസി ഫ്ലിക്കിനെ സാവിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയതാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പൊ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടീമിന് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുതൽ പൈസ ഇറക്കേണ്ടി വരുമെന്നും മേ ബി ഇപ്പോഴത്തെ ടീം പുള്ളിക്ക് പറ്റിയ ബാലൻസ്ഡ് സ്ക്വാഡ് ആണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ബാർസലോണ ബോർഡിനുള്ളിലും ബാർസലോണയിലെ മെമ്പേഴ്സിന്റെ ഇടയിലും ഒരു സർട്ടൺ മെമ്പേഴ്സിനിടയിൽ, ഒരു ബോർഡിലെ മെമ്പേഴ്സിനിടയിൽ റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലപ്പോട്ട ഹൈലി ആണ് ഹാൻസി ഫ്ലിക്കിനെ റേറ്റ് ചെയ്യുന്നത്. ബട്ട് ബോർഡിലെ ചില മെമ്പേഴ്സ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പം ജെറാർഡ് റൊമേറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാർസലോണയുടെ ഉള്ളിലുള്ള എല്ലാവരും, ഈവൻ ലപ്പോട്ട ആണെങ്കിൽ കൂടി, കൂടാതെ പ്ലേയേഴ്സ്, എസ്പെഷ്യലി പ്ലേയേഴ്സിന്റെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ ആ പ്ലേയേഴ്സും ആഗ്രഹം നമ്മുടെ ലൂയിസ് എൻട്രിക്ക്, ഇപ്പോഴത്തെ PSG കോച്ചായ ലൂയിസ് എൻട്രിക്ക് കോച്ചായിട്ട് വരണമെന്നാണ്. നമുക്കറിയാം അദ്ദേഹം സാവിയുടെയും അതുപോലെ പെപ് ഗാർഡിയോളയുടെ ഒക്കെ ഫിലോസഫീസ് വളരെ ക്ലോസ് ആണ്. 3 വർഷം നമ്മുടെ കോച്ചായിരുന്നു. അദ്ദേഹം പോയ രീതി നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രഷർ വാസ് ടു ആയി, പുള്ളിനെ ആവശ്യം കുറെ സ്ക്രൂട്ടിനി വന്നു. പുള്ളി പോയതിനു ശേഷം നമ്മൾ എർണസ്റ്റോ വാൽവേർഡെ വന്നു, പിന്നെ താഴോട്ടങ്ങ് പോകുമായിരുന്നു. നമുക്കറിയാലോ ആ ഒരു ടൈം, അതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. അദ്ദേഹം സ്പാനിഷ് നാഷണൽ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ ഐ തിങ്ക് സ്പാനിഷ് നാഷണൽ ടീം ടെന്യൂർ ശരിയാണ്. എടുത്തു പറയാനായിട്ട് ഇപ്പൊ യൂറോസോ വേൾഡ് കപ്സോ ഒന്നും അടിച്ചിട്ടില്ല, സത്യമാണ്. പക്ഷെ എന്നാലും ഐ തിങ്ക് പുള്ളിയാണെങ്കിൽ യങ്സ്റ്റേഴ്സിനെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പെയിനെ കളിപ്പിച്ചത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ നോക്കാനാണെങ്കിൽ ഐ തിങ്ക് ഈസ് എ ഗുഡ് കോച്ച്. ഇപ്പൊ PSG അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ PSG ലീഗിൽ ഒരേ ഒരു മത്സരമേ തോറ്റിട്ടുള്ളൂ. ശരിയാണ്, ചാമ്പ്യൻസ് ലീഗ് 2 മത്സരം തോറ്റു. ബട്ട് ലീഗിൽ 11 പോയിന്റ്സ് ക്ലിയർ ആണ്. നേരത്തെ കോച്ചുകളോടെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൂപ്പറായിട്ടാണ് ഇപ്പം പെർഫോം ചെയ്തത്. ആൻഡ് എംബാപ്പയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. വളരെ അണ്ടർ റേറ്റഡ് ആയ ഒരു സീസൺ ആണ് ഇപ്പൊ എംബാപ്പയുടെ പൊക്കോണ്ടിരിക്കുന്നത്. പുള്ളി 11 ഗോളോട് അടിക്കുകയാണെങ്കിൽ പുള്ളിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഐ തിങ്ക് പുള്ളിക്ക് ഇപ്പൊ 32 ഗോളായെന്ന് തോന്നുന്നു. 43 ഗോൾ 2020-21 അടിച്ചാണ് പുള്ളിയുടെ റെക്കോർഡ്. അത് പുള്ളിക്ക് ഈ സീസൺ ബ്രേക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. എംബാപ്പെ ഈസ് ഡൂയിങ് ഗ്രേറ്റ് അണ്ടർ ഹിം. ആൻഡ് എംബാപ്പേനെ പുള്ളി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെന്റർ ഫോർവേഡ് റോൾ യൂസ് ചെയ്യുന്നു, അത് കളിക്കാനായിട്ട് പുള്ളി റെഡിയാവുന്നു. നമുക്കറിയാം പുള്ളി ഒരു സ്ട്രിക്റ്റ് ആയ കോച്ചാണ്. പുള്ളിയുടെ ഫിലോസഫീസ് സ്യൂട്ട്സ് ബാർസലോണ മോർ. ബാർസലോണ ഡ്രസ്സിംഗ് റൂമുമായിട്ട് പരിചയമുണ്ട്. കൂടാതെ പ്ലേയേഴ്സ്, പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സ് നമ്മുടെ സ്ക്വാഡുണ്ട്. ഇഫ് ഹി കംസ്, ശരിയാണ് 1-2 സൈനിങ്സ് വേണ്ടി വരും. പക്ഷെ എന്നാലും ക്ലോസർ, നമ്മുടെ ഫിലോസഫീസുമായിട്ടും ക്ലോസ് ആണ്. കൂടാതെ ഇൻവെസ്റ്റ്മെന്റ്സ് പൊതുവെ കുറയുന്ന, അതായത്
പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ടെന്നും ഹാൻസി ഫ്ലിക്കിനേക്കാളും പെട്ടെന്ന് ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റുമെന്നുമാണ് ബാർസലോണയിലുള്ള പല മെമ്പേഴ്സിന്റെയും അഭിപ്രായം. പക്ഷെ വിഷയം വരുന്നത് എന്നാന്ന് വെച്ചാൽ പുള്ളി PSG കോച്ചാണ്. ഈ സീസൺ തീരുമ്പോൾ മേ ബി എംബാപ്പെ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്നാ പ്രോജക്റ്റ് പുതുതായിട്ട് തുടങ്ങാം, അതിനകത്ത് തന്നെ PSG കോച്ചിനെ ഞങ്ങൾക്ക് മാറ്റിയേക്കാം എന്ന അൽക്കലേഫിയും മറ്റുമൊക്കെ തീരുമാനം എടുത്താൽ മാത്രമേ പുള്ളി അവൈലബിൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ബാർസലോണ വന്ന് മുട്ടുമ്പോഴേക്കും, അല്ലെങ്കിൽ പുള്ളി ലൂയിസ് എൻറിക്ക് തന്നെ റിസൈൻ ചെയ്ത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസയും കൊടുത്ത് തന്നെ റിസൈൻ ചെയ്ത് കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. അത് പുള്ളി പുഷ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. സോ പുള്ളി ഒരു ഷോർട്ട് ടൈം കോൺട്രാക്റ്റിലാണ്. 2026 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളൂ, അല്ലാതെ 4-5 വർഷത്തെ കോൺട്രാക്ട് ഇല്ല. 2026 വരെ അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളതെന്ന് തോന്നുന്നു PSG. സോ അതിനകത്ത് തന്നെ നോക്കാം എന്തായാലും. ഐ തിങ്ക് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് ടു ഡു. ലൂയിസ് എൻറിക്കിനെ കിട്ടുവാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ലൂയിസ് എൻറിക്ക്. എനിക്ക് ഇഷ്ടമാണ്. ഹാൻസി ഫ്ലിക്ക് വരുന്നതും ഐ ആം ഇൻ സപ്പോർട്ട് ഓഫ് ദാറ്റ്. ഐ തിങ്ക് നമുക്കൊരു ചേഞ്ചിങ് ഫിലോസഫി, ഒരു ഫിസിക്കൽ അഗ്രഷനൊക്കെ വരുന്നത് നല്ലതാണ്, മോശമല്ല. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷുഡ് ബി ലുക്ക് ഫോർ ലൂയിസ് എൻറിക്ക് ഓർ ഷുഡ് ബി ലുക്ക് ഫോർ ഹാൻസി ഫ്ലിക്ക്? ആരാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ജെറാർഡ് റൊമേറോയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. പുള്ളി പറയുന്നത് പുള്ളിക്ക് അവിടുന്ന് പല മെമ്പേഴ്സിൽ നിന്നുള്ള ശരിയാണ്, സത്യമായിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കാനാണെങ്കിൽ ഗ്യാവി, പെഡ്രി, ഫെറാൻ ടോറസ്, അതുപോലെ നേരത്തെ ടെർസ്റ്റഗൻ ആണെങ്കിലും റോബർട്ട് ആണെങ്കിലും പുള്ളിയുടെ അണ്ടറൊക്കെ കളിച്ചിട്ടുള്ളതാണ്. സോ ദേ ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും അപ്കമിങ് യങ് സ്പാനിഷ് ടാലൻസ്, ലാമാസിയയിൽ നിന്ന് വരുന്ന സ്പാനിഷ് ടാലൻസിന് മേ ബി ഹാൻസി ഫ്ലിക്കിനേക്കാളും ബെറ്റർ ലൂയിസ് എൻറിക്ക് ആയിരുന്നു. കാരണം പുള്ളിയും യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നതിൽ ഒട്ടും മോശമല്ല. സോ സ്പാനിഷ് നാഷണൽ ടീമിന്റെ കോച്ചായിരുന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. സോ അതിനകത്ത് തന്നെ മേ ബി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ പ്ലേയേഴ്സ് പ്രിഫർ ലൂയിസ് എൻറിക്ക് ഓർ ഹാൻസി ഫ്ലിക്ക്. അതാണ് കേൾക്കുന്ന റിപ്പോർട്ട്. ബട്ട് ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട്. അതിന് ഒന്ന് പുള്ളി വിചാരിക്കണം, പുള്ളിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഐ തിങ്ക് PSG ഒരിക്കലും പുള്ളിയെ സാക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ബൈ ദ വേ ദ സീസൺ ഈസ് ഗോയിങ് ഇൻ PSG, എസ്പെഷ്യലി ലീഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിലും സൊസിഡാഡിനോട് 2-0 ഒരു ലീഡ് നിൽക്കുകയാണ്. സോ ഐ തിങ്ക് പുള്ളിനെ സാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദേ ആർ ഹാപ്പി വിത്ത് ലൂയിസ് എൻറിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട്. അതേ സ്ഥാനത്ത് അപ്പോൾ ഹാൻസി ഫ്ലിക്ക് ഈസ് അവൈലബിൾ, ഹി ഈസ് പുഷിംഗ് ഫോർ ഇറ്റ്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അതുപോലെ തന്നെ തോമസ് ടുച്ചലിന്റെ പേര് വീണ്ടും ലിങ്ക്ഡായി കാണുന്നുണ്ട്. എനിക്ക് ഒരു കാരണവശാലും തോമസ് ടുച്ചലിനെ ബാർസലോട് ആഗ്രഹമില്ല. ഐ നോ ഈസ് എ ഗുഡ് കോച്ച്, നല്ലൊരു ടാക്ടീഷ്യനാണ്, മോശമല്ല. പക്ഷെ ആള് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം പ്ലേയേഴ്സുമായിട്ടും മറ്റുമൊക്കെ ഇഷ്യൂ ആയിട്ടുണ്ട്. സോ നമുക്ക് ഓൾറെഡി ഓഫ് ദ ഫീൽഡ് ആവശ്യത്തിലധികം തലവേദനയുണ്ട്. വെറുതെ പ്ലേയേഴ്സും കോച്ചും ഇടയിലുള്ള ഇഷ്യൂസ് മേ ബി 1-2 വർഷം കഴിഞ്ഞ് വീണ്ടും ക്രിയേറ്റ് ആയിട്ട് വീണ്ടും ആ തലവേദനയോടെ നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സോ സേഫസ്റ്റ് തിങ് ടു ഡു ഈസ് തോമസ് ടുച്ചൽ മാക്സിമം മാറി നിൽക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക. ആൻഡ് ഹാൻസി ഫ്ലിക്ക്, if Luis Enrique is available, we can go for him. And ടെൻഹാഗിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്? ഞാൻ പേഴ്സണലി ടെൻഹാഗിനെ ബാർസലോണ കോച്ചായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. സോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ ടെൻഹാഗ് സാക്ക് ആവാനായിട്ടുള്ള ചാൻസ് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ വളരെ ഹൈ ആണ്. ഷുഡ് ബി കൺസിഡർ ദാറ്റ് ഓപ്ഷൻ. സോ മേ ബി ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് മൂവ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ എന്താണ് ടെൻഹാഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? ഐ തിങ്ക് ഇപ്പോഴത്തെ ഏറ്റവും 2 ഹോട്ടസ്റ്റ് നെയിംസ് ഇപ്പം ഈ ഒരു റിപ്പോർട്ട് ജെറാർഡ് റൊമേറോ വിട്ടതിന് ശേഷം തൊട്ട് ലൂയിസ് എൻറിക്ക് ടു ബാർസ ലിങ്ക്സ് കൂടി വരികയാണ്. നമുക്ക് നോക്കാം. പണ്ട് 2021 മറ്റോ ഒക്കെ പെപ് ഗാർഡിയോളയോടും നെക്സ്റ്റ് ബാർസ കോച്ച് ആരായിരിക്കണമെന്ന് എങ്ങാണ്ട് ചോദിച്ചപ്പോൾ, എനിക്കൊന്ന് സാബിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് മറ്റോ അങ്ങാണ്ട് ചോദിച്ചപ്പോൾ പുള്ളിയും ലൂയിസ് എൻറിക്കിന്റെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു. സോ ഐ തിങ്ക് വോണ്ട് ബി, നമുക്ക് കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും, പക്ഷെ ചാൻസ് കുറവാണ്. ഐ തിങ്ക് ഹാൻസി ഫ്ലിക്കിനേക്കാളും മേ ബി നമുക്ക് സേഫർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ലൂയിസ് എൻറിക്ക് ആയിരിക്കും കിട്ടുവാണെങ്കിൽ. പക്ഷെ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ ലെസ്സാണ്. ഐ തിങ്ക് ജെറാർഡ് റൊമേറോ മേ ബി പുള്ളിക്ക് എവിടെ നേരമൊക്കെ സോഴ്സസ് കിട്ടിക്കാണും. എന്നാൽ എൻട്രിക്ക് പുഷ് ചെയ്താൽ എൻട്രിക്കുവിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അവിടുന്ന് റെഡി ആണെങ്കിൽ മാത്രം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കൊരു കോച്ചിന് വേണ്ടി പേ ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഡിസർവിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഡിസർവിക്ക് ബ്രൈറ്റൺ നമ്മൾ 25 മില്യൺ ഒക്കെ മുടക്കി എടുക്കുക റിസ്കിയാണ്. അത് ആ മുടക്കാൻ റെഡി ആണെങ്കിലും ഡിസർവി ഈസ് എ റിസ്കിയർ മൂവ്. ഡിസർവി വളരെ റിസ്കിയർ മൂവാണ്. അദ്ദേഹം ആസ് എ കോച്ച് ഒരു പ്രൂവൺ വിന്നർ അല്ല. ആസ് എ കോച്ച് ഈ സീസൺ ബ്രൈറ്റണിൽ ധാരാളം ഫ്ലോസ് നമ്മൾ കാണുന്നുണ്ട്. സോ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് ടീം സിറ്റ് ബാക്ക് ചെയ്യും. ബ്രൈറ്റൺ അല്ല, ബാർസയാണ്. സോ ടീംസ് വിൽ സിറ്റ് ബാക്ക്. സോ ടീംസ് സിറ്റ് ബാക്ക് ചെയ്യുമ്പോൾ അഗ്രസീവ് ഒന്ന് പ്രസ് ചെയ്യാത്തപ്പോൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ഡിസർവി. നമ്മളത് ക്ലിയർലി കാണാറുണ്ട് ഈ സീസൺ. സോ ബാർസലോണയ്ക്ക് അഗേൻസ്റ്റ് മിക്ക ടീംസും അത് ചെയ്യും. സോ ആൾ എക്സ്പോസ്ഡ് ആവാൻ ചാൻസ് വളരെ ഹൈ ആണ്. ചാമ്പ്യൻസ് ലീഗിലോ മറ്റോ ഒക്കെ ടീമിനെ കളിപ്പിച്ച അധികം എക്സ്പീരിയൻസ് ഇല്ല. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷുഡ് എൻട്രിക്കോ ഓർ ഹാൻസി ഫ്ലിക്ക് ആരെയായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക? ആൻഡ് ടെൻഹാഗ് ഔട്ട്സൈഡ് അവസാന നിമിഷം ടെൻഹാഗ് അവൈലബിൾ ആയി എടുക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ് ടെൻഹാഗിനെ ബാർസലോണ കോച്ചായി കാണാൻ. സോ നമുക്ക് നോക്കാം എന്താകുമെന്ന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ.